പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ആസിഫ് കെ യൂസഫിനെ മാറ്റിയത് ധാർമ്മികതയുടെ വിജയമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. തെറ്റായ രേഖ സമർപ്പിച്ച് IAS നേടിയ വ്യക്തിയെ സുപ്രധാന പദവി നൽകിയതിനെതിരെ VHP രംഗത്തെത്തിയിരുന്നു. ആസിഫ് കെ യൂസഫിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിച്ചതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റ നടപടി. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയന്റെ വാക്കുകളിലേക്ക്. തൻ്റെ വരുമാനം കുറവാണെന്നും തനിക്ക് ഈ OBCയുടെ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൻ്റെ യോഗ്യതയുണ്ട് എന്നും വ്യാജമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് സർവീസിൽ കയറിയെന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. കേരളത്തിലെ 2 ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ശരിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിയാക്കിക്കൊണ്ട് ആസിഫ് കെ യൂസഫ് കൊടുത്ത കേസ് ഇപ്പോഴും പെൻഡിംഗ് ആയ കാരണത്താലാണ് ഇയാളെ പിരിച്ചുവിടാതിരിക്കുന്നത്. അദ്ദേഹത്തിനെ നിയമിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി സർവ്വരേഖകളും കൊടുത്ത് വ്യാജമാണെന്ന് പറയുകയുണ്ടായി. അതിനുശേഷം കേരള ഗവർണർക്ക് നമ്മൾ പരാതി കൊടുത്തിരുന്നു. ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഞാൻ അറിഞ്ഞത് അത് മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ആസിഫ് കെ യൂസഫിനെ ആ വകുപ്പിൽ നിന്ന് മാറ്റിക്കൊണ്ട് അപ്രധാനമായിട്ടുള്ള നോർക്ക എന്ന് പറയുന്ന വകുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. മായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചിരികാണ്. ജിജീഷ്, ഇവിടെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് നിയമനം നേടിയത്. ഈ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള VHPയുടെ നിയമ നടപടികൾ ഗവർണറെ അടക്കം കാണുന്നു, കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? KP, തീർച്ചയായും ഇക്കാര്യത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു ധാർമ്മിക വിജയം തന്നെയാണ്. കാരണം ഇത്തരമൊരു സ്ഥാനത്ത് കൃത്രിമമായ രേഖകളിലൂടെ, വ്യാജ രേഖകളിലൂടെ കയറിപ്പറ്റിയ ഒരാൾക്ക് എങ്ങനെ നിയമനം നൽകി എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന് പിന്നിലുള്ള താല്പര്യങ്ങൾ ആരുടേതാണ് എന്നത് വളരെ വ്യക്തവുമായിരുന്നു. അങ്ങനെയാണ് ഈ ആസിഫ് കെ യൂസഫിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനത്ത് നിയമിച്ചതിനെതിരെ വലിയ പ്രതിഷേധവും പരാതികളുമെല്ലാം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയത്. തെറ്റായ വരുമാന സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിക്കൊണ്ടായിരുന്നു IAS നേടിയത്. അത് സംബന്ധിച്ച് വലിയ അന്വേഷണങ്ങളെല്ലാം തന്നെ നേരിട്ടിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ. എന്നാൽ UDF സർക്കാർ എന്താണ് ഇത്തരത്തിൽ ഉള്ള ആളുകളോടും അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവരോടും ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയായിരുന്നു അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന സുപ്രധാന പദവിയിലേക്ക് ആസിഫിനെ നിയമിച്ചത്. എന്നാൽ ഇതിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വലിയ ഒരു പോരാട്ടം തന്നെ നടത്തിയത്. ഗവർണർക്ക് ഇത് സംബന്ധിച്ച പരാതികൾ നൽകി. എന്നാൽ ഗവർണർക്ക് വലിയ പ്രധാനപ്പെട്ട പദവികൾ നൽകരുതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പരാതികൾ നൽകിയത്. എങ്കിൽ ആ പരാതികൾ അങ്ങനെ നിലനിൽക്കെ തന്നെയായിരുന്നു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് അദ്ദേഹത്തെ നീക്കിയത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം നോർക്കയിലാണ് നിയമിച്ചിരിക്കുന്നത്. ഇത് ധാർമ്മികമായ വിജയമാണ് എന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. അനിൽ വിളയിൽ ഉൾപ്പെടെയുള്ള നേതൃത്വം അക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം അവർ തുടർച്ചയായി തന്നെയുള്ള പോരാട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിച്ചു. ഗവർണർ അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയും ചെയ്യുകയായിരുന്നു. രേഖകൾ വ്യാജമായി നിർമ്മിക്കുകയും അവ സമർപ്പിച്ചുകൊണ്ട് IAS നേടുകയും ചെയ്തു എന്ന വലിയ ഒരു ക്രമക്കേട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളും വിവരങ്ങളും തന്നെയാണ് പല ഘട്ടങ്ങളിലായി പുറത്തു വരികയും ചെയ്തത്. യെസ്.